മെഡിക്കൽ മേഖലയിലെ രോഗനിർണയത്തെക്കുറിച്ച് പഠിക്കുന്ന കോഴ്സാണ് BSc MLT. കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 4 വർഷം, 3 വർഷം പഠനവും 1 വർഷം ഇൻറ്റേൺഷിപ്പും. അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ സബ്ജക്റ്റിന് 50%-ലധികം മാർക്ക് ഉണ്ടായിരിക്കണം. സിലബസ്: അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, പാത്തോളജി, ഹെമറ്റോളജി, ഹിസ്റ്റോപാത്തോളജി, ഇമ്മ്യൂണോളജി, ബ്ലഡ് ബാങ്കിങ് ആൻഡ് ട്രാൻസ്ഫ്യൂഷൻ ടെക്നോളജി, മോളിക്കുലർ ബയോളജി, ലബോറട്ടറി മാനേജ്മെൻറ്റ്. ജോബ് ഓപ്പർച്യൂണിറ്റീസ്: BSc MLTക്ക് ശേഷം ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കോളേജസ്, ഡയഗ്നോസ്റ്റിക് ലബോറട്ടറീസ്, റിസർച്ച് സെൻറ്റേഴ്സ് എന്നിവിടങ്ങളിൽ ജോലി ചെയ്യാവുന്നതാണ്. സാലറി: കേരളത്തിൽ ഏകദേശം 10,000 മുതൽ 15,000 വരെയാണ് സാലറി വരുന്നത്. ഹയർ സ്റ്റഡി ചാൻസസ് എന്തൊക്കെ? BSc MLTക്ക് ശേഷം MSc MLT എടുക്കാവുന്നതാണ്. പ്രൊഫസറായും ജോലി ചെയ്യാം. അതുകൂടാതെ തന്നെ MSc ബയോകെമിസ്ട്രി, MSc മൈക്രോബയോളജി കൂടാതെ PhDയും എടുക്കാവുന്നതാണ്. ഈ കോഴ്സിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെ? ആരോഗ്യരംഗത്ത് സ്ഥിരമായി ഡിമാൻഡുള്ള കോഴ്സാണിത്. വിദേശത്ത് വളരെയധികം സ്കോപ്പുള്ള കോഴ്സാണ്. രോഗനിർണയ രംഗത്ത് പ്രധാന പങ്കുണ്ട്. ഈ കോഴ്സിൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെ? ലാബിൽ ഒരുപാട് നേരം ജോലി ചെയ്യേണ്ടി വരും. കൃത്യത വളരെ പ്രധാനമാണ്. ഷിഫ്റ്റ് ഡ്യൂട്ടികളും ഉണ്ടാകും. ആർക്കൊക്കെ ഈ കോഴ്സ് തിരഞ്ഞെടുക്കാം? മെഡിക്കൽ മേഖലയോട് താൽപ്പര്യമുള്ളവർക്കും രോഗനിർണയ രംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ലാബിലെ ജോലികൾ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും കൃത്യതയോടെ ജോലി ചെയ്യാൻ കഴിയുമെന്നുള്ളവർക്കും ഈ കോഴ്സ് എടുക്കാവുന്നതാണ്. ഡോക്ടർമാരുടെ രോഗനിർണയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാന ആരോഗ്യ പ്രവർത്തകരാണ് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ്. ആശുപത്രികളിലും ലാബുകളിലും ഒഴിവാക്കാനാവാത്ത ഒരു മേഖലയാണിത്.